ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വിശുദ്ധ തിരുവെഴുത്ത് വിഗ്രഹങ്ങളെ ആരാധിക്കരുത് എന്ന് പഠിപ്പിക്കുന്ന ഒരു ഗ്രന്ഥമാണ്. എന്നാൽ കേവലം അക്ഷരികമായ ഒരു അർത്ഥം മാത്രമല്ല അതിനുള്ളത്. മറിച്ച് യേശുവിനേക്കാൾ അധികമായി നമ്മുടെ ഹൃദയത്തിൽ നാം മറ്റെന്തിനെങ്കിലും സ്ഥാനം കൊടുത്തിരിക്കുന്നു എങ്കിൽ അത് നമ്മുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ഒരു വിഗ്രഹമാണ്. ഉദാഹരണത്തിന്, ചിലർക്ക് അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലുതായി അവർ കാണുന്നത് അവരുടെ ജോലിയാണ്. മറ്റു ചിലർക്ക് അവരുടെ മക്കളാണ് ഏറ്റവും വലിയ കാര്യം. മറ്റു ചിലർക്ക് അവരുടെ സമ്പത്തും. അങ്ങനെ വ്യത്യസ്തങ്ങളായ പല കാര്യങ്ങൾ പലർക്കും അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ കാര്യമായി അവർ കാണാറുണ്ട്. എന്നാൽ ഇവയൊക്കെ യേശുവിനേക്കാൾ അധികമായി നമ്മുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നു എങ്കിൽ അത് നമ്മുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന വിഗ്രഹമാണ്. ഇനി ജീവിക്കാൻ നമുക്ക് പണം ആവശ്യമാണ് എന്നുള്ളത് യാഥാർത്ഥ്യമായിരിക്കുമ്പോൾ തന്നെ പണത്തോടുള്ള അതിരുകവിഞ്ഞ ആർത്തി വിഗ്രഹാരാധനയ്ക്ക് തുല്യമാണ്, അല്ലെങ്കിൽ വിഗ്രഹാരാധനയാണ് എന്ന് എഫേസ്യ ലേഖനം 5-ാം അധ്യായം 5-ാം വാക്യവും കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 5-ാം വാക്യവുമൊക്കെ നമ്മെ പഠിപ്പിക്കുന്നു. അതെ, യേശുവിനേക്കാൾ അധികമായി നമ്മുടെ ഹൃദയത്തിൽ നാം സ്ഥാനം കൊടുത്തിരിക്കുന്നത് എന്തും നമ്മുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ള വിഗ്രഹമാണ്. ആകയാൽ അവ വിട്ടൊഴിയുക. മറ്റെല്ലാറ്റിനേക്കാളും ഉപരിയായി നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനായിരിക്കട്ടെ നമ്മുടെ ഹൃദയത്തിൽ ഒന്നാം സ്ഥാനം.